നമസ്കാരം, ഗ്ലോബൽ സമയത്തിലേക്ക് സ്വാഗതം. സാധാരണയായി അമേരിക്കയിലെ H-1B വിസ നിയന്ത്രണങ്ങൾ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് IT കമ്പനികളാണ്. ഗൂഗിളും മൈക്രോസോഫ്റ്റും പോലുള്ള വമ്പൻ കമ്പനികളിലെ ജോലികളെയാണ് അത് ബാധിക്കാറുള്ളത്. എന്നാൽ ഇപ്പോൾ കളി മാറിയിരിക്കുകയാണ്. അമേരിക്കയിലെ സർവകലാശാലകളിലേക്കും ഈ അമേരിക്ക ഫസ്റ്റ് രാഷ്ട്രീയം കടന്നു വരുന്നു. ഫ്ലോറിഡയിലെ ഗവർണർ റോൺ ഡിസാന്റിസ് കൊണ്ടുവരുന്ന പുതിയ നീക്കം ആയിരക്കണക്കിന് ഇന്ത്യൻ ഗവേഷകരെയും പ്രൊഫസർമാരെയും നേരിട്ട് ബാധിക്കാൻ പോവുകയാണ്. ഇതിന്റെ വിശദാംശങ്ങളും ഇതിന് പിന്നിലെ ജിയോ പൊളിറ്റിക്സും നമുക്കൊന്ന് പരിശോധിക്കാം. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഫ്ലോറിഡയിലെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിൽ, അതായത് സർക്കാർ നിയന്ത്രണത്തിലുള്ള സർവകലാശാലയിൽ പുതിയതായി H-1B വിസയിൽ വിദേശികളെ നിയമിക്കുന്നത് നിരോധിക്കാൻ പോവുകയാണ്. ജനുവരി 29-ന് ഫ്ലോറിഡ ബോർഡ് ഓഫ് ഗവേണൻസ് ഈ പ്രമേയം അവതരിപ്പിക്കും. ഇത് പാസ്സായാൽ 2027 ജനുവരി വരെ ഫ്ലോറിഡയിലെ പൊതു സർവകലാശാലകൾക്ക് പുതിയ വിദേശ ജീവനക്കാരെ H-1B വിസയിൽ റിക്രൂട്ട് ചെയ്യാൻ കഴിയില്ല. ഇതൊരു ചെറിയ കാര്യമല്ല. കാരണം അമേരിക്കയിൽ H-1B വിസ ലഭിക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു മേഖലയായിരുന്നു സർവകലാശാലകൾ. സാധാരണ IT കമ്പനികൾക്ക് H-1B ലഭിക്കാൻ ലോട്ടറി സംവിധാനമുണ്ട്. എന്നാൽ യൂണിവേഴ്സിറ്റികൾക്ക് ഈ ക്യാപ് ബാധകമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ PhD കഴിഞ്ഞ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഗവേഷകരായും പ്രൊഫസർമാരായും ജോലി ലഭിക്കാൻ സർവകലാശാലകൾ ഒരു സുരക്ഷിത താവളമായിരുന്നു. ആ വാതിലാണ് ഇപ്പോൾ ഫ്ലോറിഡ കൊട്ടിയടയ്ക്കുന്നത്. എന്താണ് ഇതിന്റെ കാരണം? ഗവർണർ റോൺ ഡിസാന്റിസിന്റെ വാദം ലളിതമാണ്. തദ്ദേശീയരായ അമേരിക്കക്കാർക്ക് ലഭിക്കേണ്ട ജോലികൾ വിദേശികൾ തട്ടിയെടുക്കുന്നു. വിദേശത്തു നിന്നുള്ള കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവരെ ഒഴിവാക്കി ഫ്ലോറിഡയിലെ തന്നെ ബിരുദധാരികൾക്ക് ജോലി നൽകണം എന്നാണ് അദ്ദേഹം പറയുന്നത്. H-1B വിസ ഒരു തട്ടിപ്പാണ് എന്നുപോലും അദ്ദേഹം പരസ്യമായി വിശേഷിപ്പിച്ചു കഴിഞ്ഞു. ചൈനയിൽ നിന്നുള്ള സ്വാധീനം കുറയ്ക്കുക എന്ന ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ടെങ്കിലും ഇതിന്റെ ആഘാതം ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പോകുന്നത് ഇന്ത്യക്കാരെയാണ്. കാരണം H-1B വിസ ഉപയോഗിക്കുന്നവരിൽ 70% ഇന്ത്യക്കാരാണ്. ഇത് ഇന്ത്യയെ എങ്ങനെ ബാധിക്കും? ഇവിടെയാണ് നമ്മൾ നയതന്ത്രപരമായ വശങ്ങൾ ചിന്തിക്കേണ്ടത്. ഒന്ന്, യൂണിവേഴ്സിറ്റി ഓഫ് ഫ്ലോറിഡ, ഫ്ലോറിഡ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി തുടങ്ങിയ പ്രമുഖ സ്ഥാപനങ്ങളിൽ ഗവേഷണം നടത്തുന്നവരിൽ വലിയൊരു ഭാഗം ഇന്ത്യക്കാരാണ്. സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് മേഖലകളിൽ ഇന്ത്യൻ തലച്ചോറുകളാണ് അമേരിക്കൻ ലാബുകൾക്ക് കരുത്തു പകരുന്നത്. ഈ നിരോധനം വരുന്നതോടെ നിലവിൽ അവിടെ പഠിക്കുന്ന ഇന്ത്യൻ PhD വിദ്യാർത്ഥികൾക്ക് പഠനശേഷം അവിടെ തന്നെ ജോലിയിൽ പ്രവേശിക്കാൻ കഴിയില്ല. 2, ഇതൊരു തുടക്കം മാത്രമാകാം. ഫ്ലോറിഡ ഇത് നടപ്പാക്കിയാൽ റിപ്പബ്ലിക്കൻ പാർട്ടി ഭരിക്കുന്ന മറ്റ് അമേരിക്കൻ സംസ്ഥാനങ്ങളും ഇതേ പാത പിന്തുടരാൻ സാധ്യതയുണ്ട്. ദേശീയത വോട്ടാക്കി മാറ്റാൻ ഇത് രാഷ്ട്രീയക്കാരെ സഹായിക്കും. 3, ഇന്ത്യയുടെ ബ്രെയിൻ ഡ്രെയിൻ എന്ന പ്രശ്നത്തെ ഇത് മറ്റൊരു രീതിയിൽ ബാധിക്കും. അമേരിക്ക വാതിലടച്ചാൽ ഈ മിടുക്കരായ ഇന്ത്യൻ ഗവേഷകർ എങ്ങോട്ട് പോകും? കാനഡയിലേക്കോ, യൂറോപ്പിലേക്കോ, അതോ തിരികെ ഇന്ത്യയിലേക്കോ? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രതിഭകൾ തിരികെ വരുന്നത് ഗുണകരമാണ്. പക്ഷേ വ്യക്തിപരമായി നോക്കുമ്പോൾ ലക്ഷങ്ങൾ മുടക്കി അമേരിക്കയിൽ പോയ വിദ്യാർത്ഥികൾക്ക് ഇതൊരു ഇരുട്ടടിയാണ്. ഇന്ത്യയുടെ പ്രതികരണം എന്തായിരിക്കണം? ഇന്ത്യയും അമേരിക്കയും തമ്മിൽ തന്ത്രപരമായ പങ്കാളിത്തമുണ്ട്. എന്നാൽ കുടിയേറ്റത്തിന്റെ കാര്യത്തിൽ അമേരിക്ക എപ്പോഴും സ്വന്തം താല്പര്യങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത്. അമേരിക്കൻ കമ്പനികൾക്ക് ഇന്ത്യയുടെ വിപണി വേണം. പക്ഷേ ഇന്ത്യൻ ഉദ്യോഗാർത്ഥികൾക്ക് അമേരിക്കയിൽ നിയന്ത്രണങ്ങളുമാണ്. ഇതൊരു ഏകപക്ഷീയമായ ഏർപ്പാടായി മാറുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ചുരുക്കത്തിൽ അമേരിക്കൻ സ്വപ്നം കാണുന്നവർക്ക് ഫ്ലോറിഡ നൽകുന്ന സന്ദേശം വ്യക്തമാണ്. കഴിവുണ്ടെങ്കിലും ഇവിടെ നിങ്ങൾക്ക് മുൻഗണനയില്ല. വരും ദിവസങ്ങളിൽ ജനുവരി 29-ലെ മീറ്റിംഗിന്റെ ഫലം എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.